ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനിയ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ഡ്യൂട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒരു സാറ്റർഡേ ഡേ ഡ്യൂട്ടിക്ക് വേണ്ടി വന്നേക്കാണ്. ആദ്യം തന്നെ ഇങ്ങോട്ട് ചായ കുടിച്ചിട്ട് തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്യൂട്ടിക്ക് സാറ്റർഡേ അല്ലെങ്കിൽ എല്ലാ ദിവസമാണെങ്കിലും ഡ്യൂട്ടിക്ക് വന്നു കഴിയുമ്പോൾ ആദ്യമുള്ള പരിപാടി എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു തൂത്ത് തുടപ്പൊക്കെയാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫുള്ളും തൂത്ത് തുടച്ചൊന്ന് വൃത്തിയാക്കും. കാരണം നമ്മളും അതുപോലെ തന്നെ രോഗികളും എല്ലാവരും പെരുമാറുന്ന സ്ഥലമാണല്ലോ. ഡസ്റ്റ് ഫ്രീ, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ്റെ സാധ്യതകൾ കുറയ്ക്കാനായിട്ട് ഒരു തൂത്തുതുടപ്പ് വൺസ് ഇൻ എ ഡേ ഏറ്റവും അത്യാവശ്യമായതുകൊണ്ട് ആ ഒരു പ്രൊസീജിയറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളുടെ ഓരോ ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടാകും കേട്ടോ. അതൊക്കെ നമ്മൾ ടിക്ക് ചെയ്ത് അതനുസരിച്ചാണ് നമ്മുടെ ഓരോ ദിവസങ്ങളെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ചെല്ലുമ്പോൾ രോഗികളെ എടുക്കുക, പേഷ്യൻ്റ് കെയർ അല്ലാതെ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ പറയുന്നതൊക്കെ. വാർഡുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ഉണ്ടാവും കേട്ടോ നമ്മളിതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ അവരുടെ ജോലി നമ്മുടെ ജോലി അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാറില്ല. എല്ലാ ജോലിയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യും. എല്ലാവരും കൂടെ ഒരുമിച്ച് ടീം വർക്കായിട്ടാണ് നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ ചെയ്യാറ്. എന്നാലും ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെയാണ് എല്ലാ ജോലികളും ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ സ്വീറ്റ്സ് ടർക്കിഷ് ഡിലൈറ്റ്, നമ്മുടെ കൂട്ടത്തിലൊരു കോളീഗ് ടർക്കിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് വന്നപ്പോൾ ടർക്കിഷ് ഡിലൈറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഏർലി ഇൻ ദ മോർണിംഗ് അൺഹെൽത്തി തിങ് വിത്ത് ഗ്രീൻ ടീ. എന്താല്ലേ, അലുവയും മത്തിക്കറിയും പോലെ ഉണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന മജോറിറ്റി ടൈം നമ്മുടെ ഫോണിൽ നോക്കിയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ ഈ സ്ക്രീൻ ടൈം കുറച്ചിട്ട് ഫോണൊക്കെ എവിടെയെങ്കിലും വെച്ച് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ ഉൾപ്പെടാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ. ബുക്ക് റീഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പുറത്ത് വെറുതെ നടക്കാൻ പോകാനായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കാനായിട്ടോ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ബൈ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പോകാനായിട്ടുള്ള സമയമായി. നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്ന ടോസ്റ്റ് മുഴുവൻ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന് ഒരെണ്ണം പൊതിഞ്ഞും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടോസ്റ്റും കുറച്ച് നട്ട്സും അതുപോലെ തന്നെ രാവിലെ കുടിച്ചിരുന്ന ഗ്രീൻ ടീയുടെ മേളിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് ആ ഗ്രീൻ ടീ ഒന്നുകൂടെ സെറ്റാക്കി കൊണ്ടുവന്നാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ സ്ക്രീൻ ടൈം പറഞ്ഞു തുടങ്ങിയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പം ഇവിടെ നിന്ന് UK നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോയൊരു ചേട്ടൻ്റെ റീൽസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കടന്നു പോയ വഴിക്ക് കണ്ടത്. അപ്പം നമുക്കിങ്ങനെ നിൽക്കണോ പോകണോ എന്നൊക്കെ ഉള്ള പല കൺഫ്യൂഷൻസ് ഉള്ളതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കാറുണ്ട് അതിനകത്ത്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ എടുത്ത് ഞാൻ മിക്കവാറും നോക്കാറുണ്ട്. കാരണം അവിടെ ഉള്ളവരും പോകാൻ അങ്ങനെ പലരും കമൻറ്റ് അടിക്കുന്ന ഡിഫറെൻ്റ് അഭിപ്രായങ്ങൾ കേൾക്കാമല്ലോ എന്ന് വിചാരിച്ച് കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയതാണ്. അങ്ങനെ നോക്കിയപ്പോൾ വളരെ മോശമായ ഒരു കമൻറ്റ് കണ്ടു. സെൻറ്റൻസ് ഞാൻ കറക്റ്റായിട്ട് ഓർക്കണില്ല കേട്ടോ, എന്നാലും ഒരു ഉള്ളടക്കം പറയാം. തീട്ടവും മൂത്രവും വാരുന്ന നേഴ്സുമാർക്ക് പണി കൊടുക്കാനിരിക്കുന്ന യൂറോപ്യൻ കൺട്രീസിൽ നിന്ന്. അങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കേട്ടോ, പണ്ടൊക്കെ അങ്ങനത്തെ ആൾക്കാർക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും എന്തൊരു വൃത്തികെട്ട രീതിക്ക് ആൾക്കാർ ചിന്തിക്കുന്നത്. നമ്മളിവിടെ എല്ലാ ജോലിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം റെസ്പെക്റ്റ് കൊടുത്ത് ജീവിക്കുന്ന, അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. നമ്മളുടെ ജോലിയുടെ ഏറ്റവും നല്ലൊരു പോർഷനാണ് അതെന്ന് കൂടെ ഞാൻ വേണമെങ്കിൽ പറയും. നമ്മൾ തുടക്കം തൊട്ടേ അത് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനി അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ പോകും. കാരണം അത് നമ്മൾ കുറച്ചും കൂടെ പ്രൗഡായിട്ട് ചെയ്യുന്നൊരു കാര്യം. വയ്യാത്ത ഒരാൾക്ക്, വയ്യാത്ത കാലത്ത് വയ്യാത്ത ആൾക്കാർക്ക്, അവരൊക്കെ നല്ല പ്രായത്തിൽ നല്ലപോലെ നടന്നവരായിരിക്കും. വയ്യാതായി കഴിഞ്ഞപ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് വയ്യാതായി കഴിയുമ്പോൾ നമ്മളെയും ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മൾ വയ്യാതെ കിടക്കുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു. ആ ഒരു രീതിക്കാണ്, ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞ വ്യക്തി ഹെൽത്തി ആയിട്ടുള്ള ആളായിരിക്കും, അയാൾക്കും ഇങ്ങനെ വയ്യാതായി കിടക്കുമ്പോൾ നമ്മളൊക്കെ തന്നെ നോക്കാനുള്ളൂ എന്നുള്ളൊരു മെൻറ്റാലിറ്റി, അങ്ങനെ ഒരു കാര്യം ഓർക്കാതെ ആയിരിക്കും ഒരുപക്ഷെ ആ വ്യക്തി പറഞ്ഞത്. എന്തായാലും ഇങ്ങനത്തെ കമൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ആൾക്കാരുടെ പ്രൊഫൈലൊക്കെ തുറന്നു നോക്കാനായിട്ട് വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ആട്ടോ. അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ വളരെ സുന്ദരനും സുഭകനുമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. ഞാൻ ആലോചിക്കുമായിരുന്നു, നമുക്കിപ്പോൾ ഫാമിലി നെയിമോ അല്ലെങ്കിൽ സ്വത്തും കാര്യങ്ങളൊക്കെ അങ്ങനെ എന്താ ഫാമിലി നെയിമോ നമ്മുടെ റിലീജിയൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പാരൻ്റലായിട്ട് ആൻസിസ്ട്രലായിട്ട് നമുക്ക് കൈവന്ന കാര്യങ്ങളാണല്ലോ. പക്ഷെ നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞൊരു കാര്യം അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം അല്ലേ. ചുരുക്കി പറഞ്ഞാൽ എന്ത് സൗന്ദര്യം ഉണ്ടെങ്കിലും സ്വത്തുണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സംസ്കാരം ഇല്ലെങ്കിൽ എന്ത് കാര്യമുണ്ട് ഉണ്ണിയെ. അപ്പം ബൈ ആ കഥ അങ്ങോട്ട് പറഞ്ഞ സമയത്ത് നമ്മുടെ സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ ഉച്ചയ്ക്ക് ചോറിനാനായിട്ട് വന്നേക്കാണ്. കഴിഞ്ഞെന്നോ ഉണ്ടാക്കി പാളിപ്പോയ ഫ്രൈഡ് റൈസ് കഴിച്ച് ഞാനിപ്പോൾ തീർത്തുകൊണ്ടിരിക്കുക. ചോറിണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ ഹോസ്പിറ്റലിൽ വോളണ്ടിയേഴ്സ് ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് വരും കേട്ടോ ഇടയ്ക്ക്. അങ്ങനെ ഞാൻ ഹോട്ട് ചോക്ലേറ്റും അവരുടെ നിന്ന് തന്നെ കുറച്ച് ബോർബോണിൻ്റെ ബിസ്ക്കറ്റും വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇതെൻ്റെ ഈ ഇരിക്കുന്ന കുഞ്ഞി പാക്കറ്റ് ലെമൺ മിനി ലോഫ് എന്നാണ് പറഞ്ഞത്, അതും അവർ തന്നതായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു അപ്രീസിയേഷനായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള
കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഡ്രിങ്ക്സിനും എല്ലാത്തിനും നമ്മൾ അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കണം, അതവർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നു എന്ന് മാത്രം. എന്തായാലും ഡ്യൂട്ടി നല്ല ഹെവി ആയിട്ടുള്ള നല്ല തിരക്കുള്ള ഡ്യൂട്ടി ആയിരുന്നു. പൊതുവെ വീക്കെൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാമാൻ കോയിട്ടുമായിരിക്കും, പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ബാക്ക് ടു ബാക്ക് നമുക്ക് പണി തീരുമ്പോൾ പണി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഞാൻ എൻ്റെ ഷോൾഡർ നടുവൊക്കെ തട്ടി തടവിയൊക്കെ നോക്കും, വേദന ഇങ്ങനെയുണ്ട് എന്നറിയാൻ. ഇവിടെ എന്നോട് പൊതുവേ രോഗികൾ വരുമ്പോൾ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് കേട്ടോ, നിൻ്റെ ജോലിയിൽ നീ ഹാപ്പി ആണോ എന്ന്. അപ്പോൾ ഞാൻ ഹാപ്പി ആണെന്ന് തന്നെയാണ് ആൻസർ പറയാറ്. ജെനുവൻലി ഞാൻ എൻ്റെ ജോലിയിൽ ഹാപ്പിയാണ്. അപ്പോൾ അവർ നമ്മളോട് തിരിച്ചു പറയുന്ന ഒരു കാര്യം കേട്ടോ, ഞങ്ങൾക്ക് ഒരുപാട് താങ്ക്ഫുള്ളാണ് നിങ്ങളോട്, അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് നമ്മളോടെന്ന്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അവർ ഒരുപാട് സാറ്റിസ്ഫൈഡുമാണ്. അതുപോലെ തന്നെ ഓരോ ആൾക്കാരും ഒരുപാട് നന്ദി പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോവാറ്. ഡെയിലി ഞാൻ കേൾക്കുന്നൊരു സെൻറ്റൻസ് പറയാം, യു ഗൈസ് ആർ വണ്ടർഫുൾ എന്നാണ് അവർ പറയാറ്. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞു കേട്ടോ, 8:10 ആവുന്നു. നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഇതേണ്ടേ, സൂര്യൻ ഇപ്പോഴും നല്ല ബ്രൈറ്റായിട്ടിരിക്കുകയാണ്. സമ്മറിൻ്റെ ഒരു പ്രത്യേകത, ഈയിടെയായിട്ട് 9:30 ആകുമ്പോഴാണ് രാത്രിയാവുന്നത്. തിരക്കുള്ള ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരേ ഒരു വികാരമുള്ള കേട്ടോ, എങ്ങനെയല്ല ഫുഡ് കഴിച്ച് വേഗം കിടന്നുറങ്ങുക. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ.